നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 151/24. ഇതിലെ ആദ്യത്തെ 10 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 2/7 ഭാഗം ഒന്നാമത്തെ മകനും 2/5 ഭാഗം രണ്ടാമത്തെ മകനും ബാക്കിയുള്ളത് മൂന്നാമത്തെ മകനും നൽകി എങ്കിൽ മൂന്നാമത്തെ മകന് ആകെ സമ്പാദ്യത്തിൻ്റെ എത്ര ഭാഗമാണ് ലഭിച്ചത്? അപ്പോൾ 2/7 ഭാഗം മൂത്ത മകനും ബാക്കി 2/5 രണ്ടാമത്തെ മകനും നൽകി. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുക എന്ന് പറഞ്ഞാൽ 7ഉം 5ഉമാണ്. അതിൻ്റെ ലെസ്സാകൂ 35. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 5 10 + 7 = 14. 24/35. ഇതാണ് രണ്ട് മക്കൾക്കും കൂടി ആകെ. അപ്പം ആകെ 35/35, അതായത് 1. ടോട്ടൽ എന്ന് പറയുന്നത് 1 എന്നെടുത്താൽ അതിൽ നിന്നും ഇത് കുറയ്ക്കുക /35. അപ്പോൾ 11/35. ഇതാണ് മൂന്നാമത്തെ മകന് നൽകുന്നത്. ഈ 35/35 എന്ന് പറഞ്ഞാൽ ഇപ്പം ആകെ 35, അതിൽ 3 പേർ കൂടെ നൽകി തരുമ്പോൾ പൂർണ്ണമാകുമല്ലോ. 35/35 അത് 1. അതിൽ നിന്നും ഈ 24/35 കുറയ്ക്കുന്നു. 11/35 ആണ് ഉത്തരം. ആൻസർ 11/35. അടുത്ത ചോദ്യം: 1 മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും 0.63 മീറ്റർ നീളമുള്ള റിബൺ മുറിച്ചു മാറ്റിയാൽ ബാക്കി റിബണിൻ്റെ നീളം എത്ര? അപ്പോൾ ഇത് 1 മീറ്ററിൽ നിന്നും 0.63 കുറയ്ക്കുക. ഇവിടെ 10 10 പോയി 9 10 3 പോയി 7 3 0.37 മീറ്റർ. ദശാംശ സംഖ്യകളുടെ സബ്ട്രാക്ഷനാണ് ഇവിടെ. ആൻസർ ഓപ്ഷൻ ബി 0.37 മീറ്റർ. അടുത്ത ചോദ്യം: ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കിയ ആൾ ശരാശരി എത്ര വേഗതയിലാണ് ഓടിയത്? അപ്പോൾ 100 മീറ്റർ /10 സെക്കൻഡ്, അതായത് 10 മീറ്റർ/സെക്കൻഡ്. ഡയറക്റ്റായിട്ടുള്ള ചോദ്യം. 10 മീറ്റർ/സെക്കൻഡ്. ഓപ്ഷൻ എ. ഇവിടെ ഒരു കൺവേർഷനും ഒന്നുമില്ല. 10 മീറ്റർ/സെക്കൻഡ്. ഓപ്ഷൻസും മീറ്റർ/സെക്കൻഡിൽ തന്നെ തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം: ഏത് സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.011 കിട്ടും? അപ്പോൾ ഏതോ ഒരു സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.011 കിട്ടും. അപ്പം ഇവിടെ ഈ സംഖ്യ കാണാൻ 1.011 മൈനസ് 0.111, അതായത് സബ്ട്രാക്ട് ചെയ്യുക. 0.9 0.9. അടുത്ത ചോദ്യം: 580 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? അപ്പോൾ ലാഭം എന്ന് പറയുന്നത് വിറ്റ വില മൈനസ് വാങ്ങിയ വിലയാണ്. അപ്പോൾ വിറ്റ വില 609 മൈനസ് വാങ്ങിയ വില 580. അപ്പോൾ 29 ലാഭമാണ് 29. അപ്പോൾ ലാഭശതമാനമാണ് നമുക്ക് വേണ്ടത്. ലാഭശതമാനം കാണാൻ 29 വാങ്ങിയ വില 580 × 100. ഇതാണ് ലാഭശതമാനം. ലാഭം / വാങ്ങിയ വില × 100. അപ്പോൾ 100/20 5%. 5% എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ ഡി 5%.
അടുത്ത ചോദ്യം 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏത്? ഇവിടെ 4, 5, 6 ഈ സംഖ്യകളുടെ LCM അഥവാ ലസാഗു കാണുക. ഇതുപോലുള്ള ചോദ്യങ്ങൾ LCM ആണ് കാണേണ്ടത്. അപ്പോൾ 4, 5, 6. ഇനി കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അപ്പോൾ 2 × 2 × 5 × 3 60 ഉത്തരം. ഉത്തരം ഓപ്ഷൻ ഡി 60. ഈ സംഖ്യകളുടെ ലസാഗു LCM. അടുത്ത ചോദ്യം 1/2 + 1/3 - 1/4 ഫ്രാക്ഷൻസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും. 1/2 + 1/3 - 1/4. അപ്പോൾ ആദ്യം 1/2 + 1/3 ചെയ്യാൻ LCM 2, 3 എൻ്റെ എക്സ്. ഇനി 3 + 2, അതായത് ഇതിനെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് കോമൺ ഫാക്ടേഴ്സ് ഇല്ലാതെ ഇരിക്കവേ 3 + 2 - 1/4. 5/6 - 1/4. ഇനി 6ൻ്റെയും 4ൻ്റെയും കൂടി LCM 2 × 3 × 2 12. ഇനി ഓരോ സംഖ്യയും 5/6 × 12 - 1/4 × 12. LCM കണ്ട് അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്ത് ധാരാളം പ്രോബ്ലംസ് അത് മാത്രമുള്ള ക്ലാസ്സുകൾ നമ്മൾ ധാരാളം ചെയ്തിട്ടുണ്ട്. 6 × 2 5 2s are 10 - 1/4 × 12 3 -3 10 - 3 7/12. ഉത്തരം 7/12. ഓപ്ഷൻ ബി 7/12. അടുത്ത ചോദ്യം √16 + 4² = k ആണെങ്കിൽ kയുടെ വില എന്ത്? √16 + 4² = k. അപ്പോൾ √16 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. 4 + 4² = k. അതായത് 4 + 16 = k. അപ്പോൾ k എന്ന് പറയുന്നത് 20. 20. ആൻസർ ഓപ്ഷൻ സി 20. അടുത്ത ചോദ്യം 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ശരാശരി റൺസ് 49 ആണ്. 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി 50 റൺസ് ആകുന്നത്? അപ്പോൾ 12 കളി കഴിഞ്ഞപ്പോൾ ശരാശരി 49 ആണെങ്കിൽ ആകെ റൺസ് 12 × 49. 98, 49, 588. ഇനി 13ാമത്തെ കളിയിൽ ഒരു എക്സ് റൺസും കൂടി എടുത്താൽ അയാളുടെ ശരാശരി, അപ്പോൾ ഇത്രയും കൂട്ടി 588 + x / 13 ചെയ്യുമ്പോൾ ശരാശരി 50 ആകണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? അതായത് 588 + x എന്ന് പറയുന്നത് 13 × 50, ഇത് 650. എക്സ് എന്ന് പറയുന്നത് 650 - 588. 10 ൽ 2 പോയാൽ 8, 14 ൽ 8 പോയാൽ 6, 62 നേടിയാലേ ശരാശരി 50 ആകുകയുള്ളൂ. ഉത്തരം 62 റൺസ്. അടുത്ത ചോദ്യം 18 × 21 + 21 × 82. 18 × 21 + 21 × 82 = അപ്പോൾ ഇവിടെ 21 കോമൺ ആണ്. അപ്പോൾ 21 ബ്രാക്കറ്റിന് പുറത്തെടുത്തിട്ട് 18 + 82 = 21 × 100.
2100. ഉത്തരം 2100. ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ മാത്സിലെ ആദ്യത്തെ 10 ചോദ്യങ്ങൾ. അടുത്ത സെറ്റ് ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്